ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു റാൻസ് ലേണിംഗ് പോർട്ടൽ. റാൻസ് ലേണിംഗ് പോർട്ടലിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ എത്തിയിരിക്കുന്നു ദ ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി എന്ന് പറയുന്ന ലെസണുമായി. നമുക്കറിയാം, ചിമമണ്ട നിങ്കോസി അഡീച്ചി എന്ന് പറയുന്ന നൈജീരിയൻ ആക്ടിവിസ്റ്റിന്റെ ഒരു സ്പീച്ചാണ് നമ്മൾ പഠിച്ച ദ ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി എന്ന് പറയുന്നത്. അതിൽ സിംഗിൾ സ്റ്റോറിയുടെ ഡേഞ്ചറിനെ കുറിച്ചും സ്റ്റീരിയോ ടൈപ്പിനെ കുറിച്ചും ഒക്കെയാണ് ആര് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്? അഡീച്ചി സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. മേജർ ഇവന്റ്സ് കുറച്ച് ഞാൻ ലെങ്തി ആക്കിയിട്ടുണ്ട്, പക്ഷെ സിമ്പിൾ ആണ്, നോക്കാം. Chimamanda Ngozi Adichie, she is a Nigerian writer, exposed the concept of the danger of single story. The danger of a single story എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് എക്സ്പ്ലോർ ചെയ്യുന്നതാണ് ഏത് സ്പീച്ച്? The danger of a single story എന്ന് പറയുന്ന അഡീച്ചിയുടെ ഈ ഒരു സ്പീച്ച്. Adichie introduces herself as a storyteller and she was an early reader and writer. അഡീച്ചി ഈ ഒരു സ്പീച്ച് തുടങ്ങുമ്പോൾ തന്നെ അവളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അവളൊരു സ്റ്റോറി ടെല്ലർ ആണെന്ന് പറഞ്ഞുകൊണ്ടാണ്. അതോടൊപ്പം she was an early reader and writer. തന്റെ 2ാമത്തെ വയസ്സ് മുതൽ വായിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് മദർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. യഥാർത്ഥത്തിൽ 4ാമത്തെ വയസ്സിലാണ്. അതേപോലെ തന്നെ 7ാമത്തെ വയസ്സ് മുതൽ എഴുതാനും തുടങ്ങിയ ആളാണ് ആര്? അഡിച്ച്. ഷി വാസ് മോർ ഫെമിലിയർ വിത്ത് ഫോറിൻ ബുക്സ് ആൻഡ് ക്യാരക്ടേഴ്സ്. ബ്രിട്ടീഷ് ആൻഡ് അമേരിക്കൻ ചിൽഡ്രൻസ് ബുക്സ് മാത്രം വായിച്ചു വളർന്ന ഒരു കുട്ടി ആയതുകൊണ്ട് തന്നെ ഷി വാസ് മോർ ഫെമിലിയർ വിത്ത് ഫോറിൻ ബുക്സ് ആൻഡ് ക്യാരക്ടേഴ്സ്. ഫോറിൻ ബുക്സും ഫോറിൻ ക്യാരക്ടേഴ്സും ആയിരുന്നു അവൾക്ക് കൂടുതൽ പരിചയമുണ്ടായിരുന്നത്. Raised in a Nigerian middle-class family with a professor father and an administrator mother, she early on embraced the belief that books should be feature foreign characters. അപ്പൊ ഇങ്ങനെയുള്ള ഭയങ്കര പ്രൊഫഷണൽസ് ആയിട്ടുള്ള പ്രൊഫസറുടെയും അഡ്മിനിസ്ട്രേറ്ററുടെയും ഒക്കെ മകളായിട്ട് വളർന്നത് കൊണ്ട് തന്നെ അവള് ബ്രിട്ടീഷ് ആൻഡ് അമേരിക്കൻ ചിൽഡ്രൻസ് ബുക്സ് മാത്രമേ വായിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കണ്ട ക്യാരക്ടേഴ്സ് എല്ലാം ഫോറിനേഴ്സ് ആയതുകൊണ്ട് തന്നെ there was a belief that books should feature foreign characters only. ഏത് ബുക്ക് വായിക്കുകയാണെങ്കിലും എഴുതുകയാണെങ്കിലും അതിലെ ക്യാരക്ടേഴ്സ് എല്ലാം ഫോറിനേഴ്സ് ആയിരിക്കണം, അവർ ആപ്പിൾ കഴിക്കണം, അവർ വെതറിനെ കുറിച്ച് സംസാരിക്കണം എന്നുള്ളൊരു തെറ്റായ ഒരു കൺസെപ്റ്റ്, ഒരു സ്റ്റീരിയോടൈപ്പിക്കൽ കൺസെപ്റ്റ് ആരിൽ ഉണ്ടായിരുന്നു? നമ്മുടെ അഡീച്ചിയിൽ ഉണ്ടായിരുന്നു. Her perception shifted upon discovering African literature, particularly works by Chinua Achebe and Camara Line, which challenged her initial views and demonstrated the potential for relatable characters with similar backgrounds. അങ്ങനെ കുറച്ച് വളർന്ന് വലുതായി കഴിഞ്ഞപ്പോൾ ആഫ്രിക്കൻ റൈറ്റേഴ്സിന്റെ ബുക്സ് വായിക്കാൻ അവസരം കിട്ടുകയാണ്. ആരുടെയൊക്കെ? ചിനുവ അച്ബിയുടെയും കെമറാലയുടെയും ഒക്കെ ബുക്ക് വായിക്കാൻ തുടങ്ങിയപ്പോൾ അഡീച്ചിക്ക് ഒരു കാര്യം മനസ്സിലായി. പീപ്പിൾ ലൈക്ക് ഹെർ ഓൾസോ എക്സിസ്റ്റ് ഇൻ ലിറ്ററേച്ചർ. അവളെ പോലെയുള്ള ബ്ലാക്ക് ആയിട്ടുള്ള കിങ്കി ഹെയറോട് കൂടിയിട്ടുള്ള ചോക്ലേറ്റ് കളറുള്ള ആളുകളും ലിറ്ററേച്ചറിൽ ഉണ്ട് എന്നുള്ള കാര്യം ആർക്ക് മനസ്സിലാവുകയാണ്? അഡീച്ചിക്ക് മനസ്സിലാവുകയാണ്. അങ്ങനെ ഒരു തിരിച്ചറിവ് വരുന്നു. പക്ഷേ അമേരിക്കൻ ആൻഡ് ബ്രിട്ടീഷ് ചിൽഡ്രൻസ് ബുക്സ് അവളെ ഒരുപാട് സഹായിച്ചതായിട്ട് 3ാമത്തെ പാരഗ്രാഫിന്റെ ലാസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും. എങ്ങനെയാ? They stirred her imagination and opened a new world in front of her. അവളുടെ ഇമാജിനേഷൻ ഉണർത്താനും അവളുടെ മുന്നിൽ പുതിയൊരു ലോകം തുറന്നു കൊടുക്കാനും സഹായിച്ചത് ഈ അമേരിക്കൻ ആൻഡ് ചിൽഡ്രൻസ് ബുക്സ് ആണ്. എന്നാൽ ആഫ്രിക്കൻ ബുക്സ് അവളെ സഹായിച്ചത് എങ്ങനെയാണ്? The African books saved her from having a single story of what books are. ഒരു ബുക്ക് എന്തായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് അവളുടെ ഉള്ളിൽ ഒരു സിംഗിൾ സ്റ്റോറി ഉണ്ടായിരുന്നു. എന്താണ് ആ സിംഗിൾ സ്റ്റോറി? എല്ലാ ക്യാരക്ടേഴ്സും വൈറ്റ് ആയിരിക്കണം, അവർ മഞ്ഞിൽ കളിക്കണം തുടങ്ങിയിട്ടുള്ള ഒരു സിംഗിൾ സ്റ്റോറി. അതിന് മാറ്റം വരുത്തിയത് ഈ ആഫ്രിക്കൻ ബുക്സ് ആണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. Adichie's upbringing also shaped her views about people like their houseboy Fidi, based on her mother's narrative of their poverty until a visit revealed a different creative aspect to Fidi's family. കുറച്ച് ലെങ്തി ആണ്, സിമ്പിൾ ആക്കിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 8ാമത്തെ വയസ്സിലാണ് ഫിഡി എന്ന് പറയുന്ന ഒരു ഹൗസ് ബോയ് അവരുടെ വീട്ടിലേക്ക് വരുന്നതും ആ ഫിഡിയെ കുറിച്ച് അഡീച്ചിയുടെ മദർ പറയുന്ന ഒരേ ഒരു കാര്യം, അവൻ വളരെ പാവപ്പെട്ട, ഹി ബിലോങ്സ് ടു എ പുവർ ഫാമിലി എന്ന് പറയുന്ന ഒരു ഡയലോഗ് മാത്രമേ ആര് കേട്ടിട്ടുള്ളൂ? അഡീച്ചി കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അതായത് അഡീച്ചിക്ക് ഫിഡിയെ കുറിച്ചുള്ള ഒരു സിംഗിൾ സ്റ്റോറി എന്ന് പറയുന്നത് എന്ത് മാത്രമാണ്? ഹി ബിലോങ്സ് ടു എ പുവർ ഫാമിലി. അവൻ ഒരു പാവപ്പെട്ട കുടുംബത്തിലെ പയ്യനാണ്, അവന് വേറെ ഒന്നും ഇല്ല എന്നുള്ള ഒരു ഡയലോഗ് മാത്രമേ അഡീച്ചി കേൾക്കാറുള്ളൂ. അങ്ങനെ ആ ഒരു ഫിഡിയുടെ വീട്ടിൽ പോയതോടുകൂടി ഈ ഒരു കാഴ്ചപ്പാടൊക്കെ മാറുന്നു. ഫിഡിയുടെ വീട്ടിലെത്തിയ സമയത്ത് ഫിഡിയുടെ മദർ ഷോവഡ് അഡീച്ചി ദ ബ്യൂട്ടിഫുള്ളി പാറ്റേൺഡ് ബാസ്കറ്റ് ഓഫ് ഡൈഡ് റാഫിയ മെയ്ഡ് ബൈ ഹിസ് ബ്രദർ. അവന്റെ ബ്രദർ ഉണ്ടാക്കിയിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള റാഫിയ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ബാസ്കറ്റ് കാണിച്ചു കൊടുത്തത് വഴി നമ്മളെ അഡീച്ചിക്ക് ഒരു കാര്യം മനസ്സിലായി. ഇവൻ ഒരു പാവപ്പെട്ട കുടുംബത്തിൽ പെട്ട ഒരു പയ്യനാണെന്നുള്ളത് മാത്രമല്ല ഫിഡിയുടെ സ്റ്റോറി, അതല്ലാത്തൊരു സ്റ്റോറിയും അവനുണ്ട്. അവന്റെ ബ്രദറിന് നല്ല ക്രിയേറ്റീവ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ള സ്റ്റോറിയും കൂടി ആർക്ക് കിട്ടുന്നു? അഡീച്ചിക്ക് കിട്ടുന്നു. അങ്ങനെ ഷീ മൂവ്ഡ് ടു അമേരിക്ക ഫോർ യൂണിവേഴ്സിറ്റി സ്റ്റഡീസ് അറ്റ് ദി ഏജ് ഓഫ് 19. തന്റെ 19ാമത്തെ വയസ്സിലാണ് യൂണിവേഴ്സിറ്റി സ്റ്റഡീസിന് വേണ്ടിയിട്ട് എങ്ങോട്ട് പോകുന്നത്? അമേരിക്കയിലേക്ക് പോകുന്നത്. ആൻഡ് ഷീ എൻകൗണ്ടർ വിത്ത് ഹെർ റൂംമേറ്റ് stereotypical views of Africa and her professors biased expectation about African characters reinforced the consequence of
സിംഗിൾ സ്റ്റോറീസ്. അങ്ങനെ അമേരിക്കയിൽ എത്തിയപ്പോൾ അഡീച്ചയ്ക്ക് ഒരു അമേരിക്കൻ റൂംമേറ്റിനെ അവിടെ വെച്ച് കിട്ടുന്നു. ആ അമേരിക്കൻ റൂംമേറ്റിന് ആഫ്രിക്കയെ കുറിച്ച് ഒന്നും കാര്യമായിട്ട് അറിയുമായിരുന്നില്ല. അറിയുന്നതെല്ലാം തെറ്റായ കാര്യങ്ങൾ മാത്രമേ ആയിരുന്നുള്ളൂ. അതേപോലെ തന്നെ ഒരു പ്രൊഫസർ അവളോട് പറയുന്നുണ്ട്, ഹെർ നോവൽസ് ആർ നോട്ട് ഒതന്റിക്കലി ആഫ്രിക്കൻ. അവിടെ നോവൽസിനൊന്നും ഒരു ആഫ്രിക്കൻ ടച്ച് ഇല്ല. കാരണമായിട്ട് അദ്ദേഹം പറയുന്നത് അവളുടെ ക്യാരക്ടേഴ്സ് എല്ലാം മിഡിൽ ക്ലാസ് ആയിട്ടുള്ള, ഡ്രൈവ് ചെയ്യാൻ അറിയുന്ന, നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാനൊക്കെ കഴിയുന്ന ആളുകളാണ് എന്നുള്ളതാണ്. അതായത് ഒരു അമേരിക്കൻ പ്രൊഫസർ വരെ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ആഫ്രിക്കൻസ് എന്ന് പറയുന്നത് വളരെ പാവപ്പെട്ടിട്ടുള്ള, ഡ്രൈവ് ചെയ്യാനൊന്നും അറിയാത്ത ആളുകളാണ് എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിലുള്ള സിംഗിൾ സ്റ്റോറീസ് അവിടെയും എക്സ്പീരിയൻസ് ചെയ്യാൻ ആർക്ക് സാധിച്ചു? അഡീച്ചയ്ക്ക് സാധിച്ചു. Despite a happy childhood, Adichie faced painful events, including her grandfather's death in refugee camp, her cousin's death due to inadequate medical care, and her friend's demise in a plane crash. ഇത് പറയാനുള്ള കാരണം എന്താ നമുക്കറിയാം. അഡീച്ചിയോട് ഒരിക്കലും ഒരാൾ പറഞ്ഞു, ഒരു സക്സസ്ഫുൾ റൈറ്റർ ആവണമെങ്കിൽ അയാളുടെ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് ഒരു ഡിസാസ്റ്റർ ആയിരിക്കണം, ഒരു ദുരന്തമായിരിക്കണം എന്ന് ആരോ പറയുന്നുണ്ട്. അപ്പൊ അവൾ ആലോചിക്കുകയാണ്, അവളുടെ ചൈൽഡ്ഹുഡ് അങ്ങനെ ദുരന്തമുള്ളതായിരുന്നു. യഥാർത്ഥത്തിൽ അഡീച്ചിയുടെ ഒരു ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് മിക്സ്ചർ ഓഫ് ഹാപ്പി ആൻഡ് അൺഹാപ്പിനെസ് ആണ് നമുക്ക് പറയാൻ മനസ്സിലായിട്ടുണ്ട് അല്ലെ. അപ്പോ ഹാപ്പിനെസിനോട് കൂടെ തന്നെ എന്തുണ്ട്, ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഇവന്റുകൾ ഉണ്ട്. ഇത് രണ്ടും ചേരുന്നതാണ് ആരുടെ ലൈഫ്? അഡീച്ചിയുടെ ലൈഫ്. അങ്ങനെ അവൾ പറയുകയാണ്, അഡീച്ചി ഹൈലൈറ്റ്സ് ഇൻ ഹർ സ്പീച്ച് ദാറ്റ് while stereotypes born from single stories are not entirely false. ഇങ്ങനെയുള്ള സിംഗിൾ സ്റ്റോറിയിൽ ഉണ്ടാകുന്ന ഇത്തരം സ്റ്റീരിയോടൈപ്പുകൾ, തെറ്റായ ധാരണകളൊന്നും മുഴുവനായിട്ടും തെറ്റാണെന്നല്ല. ദേ ആർ ഇൻകംപ്ലീറ്റ്. അവയെല്ലാം ഇൻകംപ്ലീറ്റ് ആണ്, അതൊന്നും കംപ്ലീറ്റ് സ്റ്റോറീസ് അല്ല. സോ പ്രസന്റിങ് ഓൺലി വൺ ഫേസറ്റ് ഓഫ് എ ഡൈവേഴ്സ് റിയാലിറ്റി. ഒരു വൈവിധ്യങ്ങൾ നിറഞ്ഞ കുറെ യാഥാർത്ഥ്യങ്ങളുടെ ഒരു മുഖം മാത്രമേ ഇത്തരം സിംഗിൾ സ്റ്റോറീസ് നമുക്ക് എന്ത് ചെയ്യുന്നുള്ളൂ, കാണിച്ചു തരുന്നുള്ളൂ എന്നുള്ളതാണ് ഇത്തരം സിംഗിൾ സ്റ്റോറീസിന്റെയും സ്റ്റീരിയോടൈപ്സിന്റെയും ഒക്കെ പ്രശ്നം എന്ന് പറയാം. Ultimately, her message emphasizes the necessity of acknowledging and embracing diverse stories to form a more comprehensive understanding of the world. ഈ ഒരു വേൾഡിനെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ ഡൈവേഴ്സ് സ്റ്റോറീസ്, വൈവിധ്യങ്ങൾ നിറഞ്ഞ പല തലങ്ങളിലുള്ള, പല കോണുകളിലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കൊരു കാര്യത്തിനെ കുറിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു കൺക്ലൂഷനിൽ എത്താൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് അവസാനിക്കുകയാണ്, ഈ ഒരു സ്പീച്ച് അല്ലെങ്കിൽ ദ ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി എന്ന് പറയുന്ന ഒരു ലെസൺ അവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ സിംഗിൾ സ്റ്റോറിയെ കുറിച്ചും അതുപോലെ തന്നെ സ്റ്റീരിയോടൈപ്പിക്കൽ കൺസെപ്റ്റിനെ കുറിച്ചുമാണ് ഈ ഒരു സ്പീച്ചിൽ ആര് സംസാരിക്കുന്നത്? അഡീച്ചി സംസാരിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് അവൾ ബുക്സിനെ കുറിച്ചും അതുപോലെ ഫിഡിയെ കുറിച്ചും അമേരിക്കൻ റൂംമേറ്റിനെ കുറിച്ചും പ്രൊഫസറെ കുറിച്ചും ഒക്കെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മുടെ മുന്നിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, തരുന്നുണ്ട് എന്ന് മാത്രം. അപ്പൊ ഇത്രയേ ഉള്ളൂ ഏത് ദ ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി എന്ന് പറയുന്ന ഈ ഒരു ലെസൺ. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ലെസൺ ആണ് ഇത്, ഒരു സ്പീച്ച് ആണ് ഇത്, ദ ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി. അപ്പൊ ഇത്രയേ ഉള്ളൂ മക്കളെ. നല്ല